സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ ഞാൻ ആസിഫിനോട് പറഞ്ഞിരുന്നു. ആസിഫെ എല്ലാവർക്കും റീപ്ലേസ്മെന്റ് ഉണ്ട്. സൺഡേ ഹോളിഡേക്ക് സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്, ആസിഫ് അലിക്കുണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട്, ലാൽ ജോസിനുണ്ട്, ആശാ ശരത്തിനുണ്ട്. അതിൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരാൾ ശ്രീനിയേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ശരി ആസിഫെ? അപ്പൊ ഞങ്ങള് ഓർക്കുന്നുണ്ടോ ആ ദിവസം ഞാൻ ശ്രീനിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആസിഫിനോട് അളിയാ ഒന്ന് പ്രാർത്ഥിക്കണേ, പുള്ളി നോ പറയല്ലേ. കാരണം ആശുപത്രി കിടക്കുന്ന ലാൽ ജോസ് സാറിന്റെ കഥാപാത്രത്തിന്റെ അടുത്ത് യാതൊരു ഔചിത്യവും ഇല്ലാതെ വന്ന് കഥ പറഞ്ഞു, സിനിമയുടെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് കമ്മിറ്റ് ചെയ്യിക്കണം. ഇതാണ് ആ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഒരു സൺഡേ ആണ് കഥ നടക്കുന്നത്, അതുകൊണ്ടാണ് സൺഡേ ഹോളിഡേ. അപ്പൊ അത് അത്രയും പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ്. എൻ്റെ അടുത്ത് മൊത്തം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ 2 മണിക്കൂർ എടുത്ത് സാമാന്യം മോശമായിട്ടാണ് ആ കഥ പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കറിയാം ശ്രീനേട്ടൻ ഇമോട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന ഒരു തമാശയ്ക്കും ശ്രീനേട്ടൻ ചിരിക്കുന്നില്ല, ശ്രീനിവാസ് ഒരു ഇമോഷനും തിരിച്ചു തരുന്നില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി. വൈക്കത്തുള്ളൊരു വീട്ടിലിരുന്നാണ് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനേട്ടൻ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ അഭിനയിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ മാസം തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഈ കഥ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമാവാതെ ഇത് ചെയ്യാന്ന് പറയാൻ താൻ എൻ്റെ അമ്മായിയുടെ മോനോ പെങ്ങളുടെ മോനോ വല്ലതും ആണോ?